അതേസമയം അഥവാ ചർച്ച ജനീവയിൽ നടക്കാൻ പോകുന്ന ചർച്ച പാളുകയാണ് എങ്കിൽ ഒരു സൈനിക നീക്കം ഉണ്ടാകാനിടയുണ്ടോ അമേരിക്കയുടെ ഭാഗത്ത് ഇറാനെതിരെ? തീർച്ചയായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതോടൊപ്പം തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഒക്കെ വ്യക്തമാക്കുന്നത് ഒരു കരാറിൽ എത്തുക എന്നതാണ് പ്രധാനം. അതിന് ഇറാൻ വഴങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടും. പക്ഷേ ആ കരാർ രൂപപ്പെട്ടിട്ടില്ല എങ്കിൽ അതിശക്തമായിട്ടുള്ള ഒരു പക്ഷേ വലിയ തോതിലുള്ള ഒരു ആക്രമണത്തിന് ഒരുങ്ങണം. അതിനുള്ള എല്ലാ സേനയും അതിനുള്ള സംവിധാനങ്ങളും യുദ്ധക്കപ്പലുകളും ഒക്കെ സജ്ജമാക്കിയാണ് തങ്ങൾ നിൽക്കുന്നത് എന്ന കൃത്യമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും പെന്റഗൺ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതേസമയം ഈ സൈനിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇറാൻ കുലുങ്ങുന്നില്ല അല്ലെങ്കിൽ ഇറാൻ വിധേയപ്പെടുന്നില്ല എന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെയും ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്. ഇത് ട്രംപ് തന്നെ തന്നോട് പ്രതികരിച്ചതായിട്ട് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈനിക സമ്മർദ്ദത്തിലൂടെ പൂർണ്ണമായിട്ടും ഇറാനെ വിധേയപ്പെടുത്താൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ അമേരിക്ക ഈ ഘട്ടത്തിലും ആലോചിക്കുന്നത്. പക്ഷേ ആ നിലയ്ക്കുള്ള പ്രാഥമിക രൂപമായിട്ടുണ്ടോ? ഏറെക്കുറെ പ്രാഥമിക രൂപമായിട്ടുണ്ട്. അത് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ തോത് പരമാവധി കുറയ്ക്കാം, ആണവായുധങ്ങൾ ഒരിക്കലും തങ്ങൾ നിർമ്മിക്കുകയില്ല എന്ന് കൃത്യമായി തന്നെ രേഖാമൂലം ഉറപ്പ് നൽകാം. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതിയുടെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഇത് 2015 ആണവ കരാറിലും വ്യക്തമാക്കിയതാണ്. ഈ 3 ഉപാധികളാണ് ഈ ഒരു പോയിന്റിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അത് സ്വീകാര്യമല്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ട്രംപിന്റെ ഭരണകൂടവും ഉള്ളത്. അപ്പോൾ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ എന്നത് പൂർണ്ണമായിട്ടും ഇറാൻ ഈ ആണവ പദ്ധതി ഉപേക്ഷിക്കണം. അതോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈൽ അതിന്റെ എണ്ണം പരമാവധി ചുരുക്കുകയും അതിന്റെ ദീർഘദൂര ശേഷി പരമാവധി ലഘൂകരിക്കുകയും വേണം എന്നതുൾപ്പെടെയുള്ള കൂടുതൽ കടുത്ത ഉപാധികളാണ് ഇസ്രായേൽ നേതൃത്വം മുന്നോട്ട് വെച്ചത്. അതിനെ ഏറെക്കുറെ ഇപ്പോൾ ട്രംപും അംഗീകരിക്കുന്നുണ്ട്. അത് ശരിവെച്ചുകൊണ്ടാണ് ട്രംപിന്റെ ഭരണകൂടം മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു പരിമിതമായിട്ടുള്ള ആക്രമണത്തിൽ മാത്രം ഒതുങ്ങുകയില്ല എന്ന് ഇറാൻ ഇന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി മാത്രമുള്ളൊരു സമീപനമായിരിക്കും ട്രംപിന് സ്വീകരിക്കാൻ സാധിക്കുക. കാരണം ഈ തീരുവയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ആഭ്യന്തരമായിട്ട് ട്രംപിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഈ ഇറാനിൽ നിന്ന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഈ യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന കെടുതികൾ. അത് നീണ്ടു നിൽക്കുന്നൊരു യുദ്ധം തൽക്കാലം ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷെ അതുകൊണ്ടായിരിക്കണം ഈ മധ്യസ്ഥ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിലൂടെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു പരിഹാരത്തിന് തന്നെയാണ് ഈ രാത്രിയിലും ശ്രമങ്ങൾ തുടരുന്നത്. പക്ഷേ ആ ശ്രമങ്ങൾ എത്ര കണ്ട് വിജയിക്കുമെന്ന് വ്യാഴാഴ്ച ജനീവയിൽ നടക്കുന്ന ചർച്ചയോടുകൂടി മാത്രമാവും വ്യക്തമാകാൻ പോകുന്നത്. ഇതിനിടെ ഇറാനിൽ വലിയ പ്രതിസന്ധിയാകുന്നത് സർവകലാശാലകളിലെ പ്രക്ഷോഭമാണോ? എന്താണ് വീണ്ടും ഒരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായത്? ഈ സർവകലാശാലകളൊക്കെ നേരത്തെയുള്ള സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ 2 ദിവസം മുമ്പാണ് തെഹ്റാൻ സർവകലാശാല ഉൾപ്പെടെ എല്ലാം വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ തന്നെയും സർക്കാർ വിരുദ്ധമായിട്ടുള്ള ചില പ്രകടനങ്ങൾ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇന്നലെയും വന്നു. ഇന്നും ചില സർവകലാശാലകളിൽ സർക്കാർ വിരുദ്ധമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തി വിദ്യാർത്ഥികൾ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ നേരത്തെ നടന്ന ഈ പ്രക്ഷോഭത്തിനൊക്കെയും പിറകിൽ വിദേശ ശക്തികളാണ് എന്നൊരു കുറ്റപ്പെടുത്തലായിരുന്നു. പക്ഷേ തദ്ദേശീയമായിട്ടുള്ള ഇറാൻ വിദ്യാർത്ഥികൾ തന്നെയാണ് ചില സർവകലാശാലകളിലെങ്കിലും ഈ പ്രതികരണവും ഈ പ്രക്ഷോഭവും ഇപ്പോൾ അതുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ നേരത്തെ ഉള്ളതുപോലെ അക്രമാസക്തമായിട്ടുള്ള സംഭവ വികാസങ്ങളിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ ഇറാൻ സുരക്ഷാ വിഭാഗം വളരെ ജാഗ്രത പുലർത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഈ പ്രതിസന്ധി ഇപ്പോൾ ഒരു സൈനികമായിട്ടുള്ള അമേരിക്കൻ ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു വിഭാഗം ജനതയെ ഒരുമിപ്പിക്കാനും ഏകീകരിക്കാനും സർക്കാരിന് അനുകൂലമാക്കി മാറ്റാനും ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർവകലാശാലകളിൽ മാത്രം പരിമിതപ്പെട്ടിരിക്കുന്ന ഈ ഒരു പ്രക്ഷോഭം അത്ര മുന്നോട്ട് പോവുകയില്ല എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇറാൻ ഭരണകൂടം ഉള്ളത്. അതുകൊണ്ട് പരമാവധി സംഘർഷമില്ലാത്ത വിധത്തിൽ തന്നെ ഈ പ്രക്ഷോഭത്തെ അമർച്ച ചെയ്യുക എന്ന ഒരു രീതിയും അതിനുള്ള ഒരു അനുനയ നിലപാടുമാണ് ഇപ്പോൾ സുരക്ഷാ വിഭാഗം കൈക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇറാൻ മാധ്യമങ്ങളും വ്യക്തമാക്കുന്നത്. ദിവ്യ, ശരി, എന്തായാലും മറ്റന്നാൾ ജനീവയിൽ നടക്കാൻ പോകുന്ന ഇറാൻ അമേരിക്ക ചർച്ചയെ വളരെ പ്രതീക്ഷയോടുകൂടി ഇട്ടുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ. അതേസമയം തന്നെ ഒരു യുദ്ധഭീതിയും ശക്തമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെന്നതാണ് സാഹചര്യം. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു